അതെ, രാജിവെച്ച് അവിടെ അടുത്ത പാലക്കാട്, അടുത്തതാണ് പാലക്കാട്, പാലക്കാട്, പാലക്കാട്. എല്ലാ കണ്ണുകളും പാലക്കാട് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. LDFന്റെ NMR റസാഖ്, UDFന്റെ രമേശ് പിഷാരടി, NDയുടെ ശോഭാ സുരേന്ദ്രൻ. NMR റസാഖിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. രമേശ് പിഷാരടിക്ക് സാധ്യത ഞാൻ പറയുന്നു. അവിടെ മത്സരം LDF UDF ആണ്. മത്സരം UDF BJP മത്സരചിത്രം മാറി. അവിടെ വന്നിട്ടുണ്ട്. NDA ക്യാമ്പിന്റെ പ്രചരണം, പ്രത്യേകിച്ച് പിഷാരടിയെ തടഞ്ഞതിന് ശേഷമുള്ള പ്രചരണം നോക്കിയാൽ മതി. സൈലന്റ് ആയിട്ടുണ്ട് ചിലയിടങ്ങളിൽ. പാലക്കാട് ട്രെൻഡ്, പിഷാരടി ഓർ NMR റസാഖ് ഓർ ശോഭാ സുരേന്ദ്രൻ. പറയുന്നു NMR റസാഖിനെ അവഗണിക്കരുത്. അല്ലെ, നിങ്ങൾ ഈ പാലക്കാടുമായി ബന്ധപ്പെട്ട നേരത്തെയും ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഇതൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ നമുക്കറിയാം 2011 സാഹചര്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ചിഹ്നം പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ചിഹ്നം പോലും കൊടുത്തിട്ടുള്ള സ്ഥാനാർത്ഥിയല്ല. NMR റസാഖ് അവിടെ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഏറ്റവും നല്ല കാൻഡിഡേറ്റ് രമേശ് പിഷാരടി ജയിക്കും. പിഷാരടി നന്നായി രാഷ്ട്രീയം. അവിടെ NMR റസാഖിന് ഒരു 10,000 വോട്ടും കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞാൽ കളി മാറും. ഒന്നും നടക്കില്ല. നമ്മളിപ്പോ കണ്ടെത്തി നോക്കാം. പാലക്കാട് നമുക്ക് മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ പാലക്കാട് UDF നേട്ടം ഉണ്ടാക്കുന്നുണ്ടോ? കഴിഞ്ഞ തവണത്തെ പ്രകടനവും ഇക്കുറിയുള്ള പ്രകടനവും നമുക്ക് നോക്കാം. UDF 3 മുതൽ 5 സീറ്റുകൾ വരെ, LDF 7 മുതൽ 9 സീറ്റുകൾ വരെ. NDA അക്കൗണ്ട് ഓപ്പൺ ചെയ്യില്ല പാലക്കാട്. ശോഭാ സുരേന്ദ്രൻ നോക്കില്ല. അതായത് പാലക്കാട് LDFന് നേരിയ നഷ്ടം ഉണ്ടാവും എന്നുള്ളതാണ്. നേരിയ നഷ്ടം. കഴിഞ്ഞ 10 സീറ്റ് നേടിയെടുത്തുന്ന 7 മുതൽ 10 സീറ്റുകൾ വരെ, 7 സീറ്റുകൾ വരെ ഒതുക്കപ്പെടാം. നല്ല പ്രകടനമാണെങ്കിൽ 9 സീറ്റുകൾ വരെ പോയേക്കാം എന്നുള്ളതാണ്. ഏത് കൊടുങ്കാറ്റുണ്ടായാലും പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉറച്ചു നിന്നില്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പക്ഷേ വലിയ നഷ്ടം LDFന് പാലക്കാട് കൊടുക്കൂല എന്നുള്ളതാണ് ട്രെൻഡ് അനാലിസിസ് പറയുന്നത്.